സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പെരിനാട് കക്കാട്ടുകോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുൻവശത്ത്, അതായത് ക്ഷേത്രത്തിനകത്ത് അതിൻ്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, സ്ത്രീകൾ മുടിയഴിച്ചിട്ടും പുരുഷന്മാർ ഷർട്ട്, ബനിയൻ, കൈലി മുതലായവ ധരിച്ചും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കരുത് എന്ന്. അങ്ങനെയുള്ള ഒരു ബോർഡ് കൃത്യമായി ഈ ക്ഷേത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ പെരിനാട് നാരായണമൂഴി ഗ്രാമപഞ്ചായത്തുകളിലെ, അതായത് ഈ ക്ഷേത്രം നിലനിൽക്കുന്ന പഞ്ചായത്തും ഒപ്പം തന്നെ സമീപ പ്രദേശത്തെ പഞ്ചായത്തിലെയും SNDP ശാഖകളിൽ നിന്നുള്ള SNDP പ്രവർത്തകർ ക്ഷേത്രത്തിലേക്ക് എത്തുകയും അവർ ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിനുള്ളിൽ കയറുകയും ചെയ്തു. അവർക്ക് പല കാര്യങ്ങളിലും ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ എതിർപ്പുണ്ട്. ആ എതിർപ്പ് തങ്ങളുടെ ഒരു പ്രതിഷേധം അറിയിച്ചു എന്നാണ് SNDP ശാഖാ പ്രവർത്തകർ പറഞ്ഞത്. ഇപ്പോൾ SNDP ശാഖാ പ്രവർത്തകർ തന്നെ നമ്മോടൊപ്പമുണ്ട്. ഒരു ദിവസത്തെ നിങ്ങളുടെ ഒരു പ്രതിഷേധമാണോ, അതോ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ തുടർ സമര പരിപാടികൾ ഉണ്ടാകുമോ? റാന്നി യൂണിയനുമായിട്ട് ആലോചിക്കും. യൂണിയൻ്റെ ഭാരവാഹികളെ എല്ലാവരും കൂടെ ഞങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ച് ഇതൊരു തുടക്കം. ഇനിയും മറ്റ് ക്ഷേത്രങ്ങളിലും ഞങ്ങൾ ഉൾപ്പെടെ ബാക്കിയുള്ളവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കയറാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിനെതിരെ SNDPയോടുള്ള അവഗണന, അതാണ് ഞങ്ങൾക്ക് മെയിൻ പ്രശ്നം. കാരണം PSC നിയമനമുള്ളവനെ വരെ പിരിച്ചുവിടുന്നു. SNDPക്കാരൻ ക്ഷേത്രത്തിൻ്റെ മുൻവശം തൂക്കാൻ പറ്റത്തില്ല, അതിൻ്റെ പുറവശം തൂക്കണം. ഇവിടെ കേരളത്തിൽ 65% SNDPക്കാരനുള്ളവനോട് കാണിക്കുന്ന ഈ രീതിയിലുള്ള അവഗണന എന്ന് പറഞ്ഞാൽ എത്ര നാൾ ഇത് സഹിച്ചിരിക്കാൻ പറ്റും? അത് ഏത് സർക്കാരായാലും. ഞങ്ങൾക്ക് ഇന്ന രാഷ്ട്രീയക്കാരൊന്നുമില്ല, ഞങ്ങളൊക്കെ പല ഞങ്ങൾ രാഷ്ട്രീയത്തിലല്ലോ. സമുദായപരമായി SNDPയെ അവഗണിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഇതൊരു തുടക്കമാണ്. എന്ത് ഇത് പ്രശ്നം വന്നാലും ഞങ്ങൾ സംഘടിക്കും. ബാക്കിയുള്ളവരെ കൂടെ ഇനിയും കണ്ട് ഓരോരുത്തർ, ഇതൊരു തുടക്കം എന്നുള്ള നിലയില്ല. ഞങ്ങൾ ക്ഷേത്രത്തിൽ ഇനിയും മറ്റ് ക്ഷേത്രങ്ങളിലും കയറുന്നത് ഞങ്ങൾ കയ്യേറ്റത്തിനൊന്നുമല്ല. ഞങ്ങളുടെ പ്രതിഷേധം എവിടെയെങ്കിലുമൊക്കെ ഉടുപ്പിട്ടുകൊണ്ടേ കയറാമെന്ന്, ഉടുപ്പൂരിക്കൊണ്ടേ കയറാമെന്ന് പറയുന്നിടത്ത് ഞങ്ങൾ ഉടുപ്പ് ഊരാതെ കണ്ട് കയറും. അല്ല, ഞങ്ങൾക്ക് മറ്റൊന്നും, അത് ഞങ്ങളുടെ ഒരു ചെറിയൊരു പ്രതിഷേധം. ഇല്ലാതെ ഇപ്പോൾ സമരങ്ങളോ ബാക്കിയുള്ളതോ അതൊക്കെ പിന്നീട്. ഈ നിലപാട് ഇങ്ങനെ ഞങ്ങളോട് തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങളത് കേരളത്തിലെ മൊത്തത്തിൽ, കാരണം SNDP ഇല്ലെങ്കിൽ ഇത് പിന്നെ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം, അതായത് ഷർട്ട് ധരിച്ച് അകത്ത് കയറരുത്, ഷർട്ട് ഊരിയെ അകത്ത് കയറാവൂ എന്നാണല്ലോ അവരുടെ ഒരു നിർദ്ദേശം. ആ ഒരു നിർദ്ദേശം മാറ്റണം, ഷർട്ട് ധരിക്കാതെ തന്നെ അകത്ത് കയറണം, അങ്ങനെ ഭാവിയിൽ നിയമങ്ങൾ മാറണമെന്നാണോ? ഏതെങ്കിലും ദൈവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഷർട്ട് ഊരിയെ ക്ഷേത്രത്തിൽ കയറാവും? ഒരു ദൈവവും പറഞ്ഞിട്ടില്ല. പിന്നെന്താണ് ദേവസ്വം ബോർഡ് ഇങ്ങനൊരു നിയമം വയ്ക്കുന്നതിൻ്റെ കാരണം എന്താ? അത് ദേവസ്വം ബോർഡിൻ്റെ ധിക്കാരപരമായിട്ടുള്ള ഇത്, അതിനെ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചു. അതാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, ഞങ്ങൾക്ക് വേറെ, ഞാൻ പറഞ്ഞില്ലേ, ഈ SNDPയോട് പ്രത്യേകിച്ച് കേരളത്തിലെ ദേവസ്വം ബോർഡ് വളരെ അവഗണനയാണ് കാണിക്കുന്നത്. അതിനെതിരായിട്ട് അല്ല, മറ്റൊന്നുമല്ല. ഞങ്ങൾക്ക് ഇന്നത്തെ ഇവരുടെ ഒരു പ്രതിഷേധം എന്നുള്ളത് അതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരും എന്ന് തന്നെയാണ് SNDP നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.